ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഫാത്തിമ മദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ക്രിസ്മസ് ദിനാഘോഷ പരിപാടികൾ വിദ്യാർത്ഥികളിൽ ആവേശമുണർത്തി. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ കൊല്ലം വിപുലമായ പരിപാടികളോടെയാണ് ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. ക്രിസ്മസ് പപ്പായുടെ വരവ് വിദ്യാർത്ഥികളെ ആവേശഭരിതരാക്കി. തിരൂർ താഴെപ്പാലം പള്ളി വികാരി ഫാദർ ജോസഫ് മണ്ണാഞ്ചേരി കേക്ക് മുറിച്ചാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. പ്രിൻസിപ്പൽ സിസ്ലി പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപിക മിസ് സ്റ്റെഫി മരിയ ജോസ് സ്വാഗത ഭാഷണം നടത്തി. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്ബിൻ, PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കൽ, മദർ സിസ്റ്റർ ആഗ്നസ്, സ്റ്റുഡൻസ് കൗൺസിലർ ശ്രീ ജെയിംസ് ജോൺ എന്നിവർ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സമ്മാനങ്ങളുമായി വരുന്ന സാന്റ. സ്കൂളിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. പ്രസ്തുത സമ്മാനം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളിൽ നിന്ന് ലക്കി ഡ്രോയിലൂടെ 2 ഭാഗ്യശാലികളെ കണ്ടെത്തി. 5Cയിൽ പഠിക്കുന്ന ദിയ കൃഷ്ണ, 6Cയിൽ പഠിക്കുന്ന അലീന എന്നീ ഭാഗ്യവതികൾക്ക് ഫാദർ മണ്ണാഞ്ചേരി സമ്മാനം നൽകി. തുടർന്ന് അധ്യാപകരും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും കരോൾ ഗാനം ആലപിച്ചു. MPTA പ്രസിഡന്റ് ശ്രീമതി AP തസ്നിം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ സാജിദ്, ശ്രീ മുജിബ്, ശ്രീ റൈസ്, ശ്രീ ജാസിർ, ശ്രീ ജോൺ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്കൂൾ ഹെഡ് ബോയ് റഹൻ ഷാ പാലത്തിങ്ങൽ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഹൗസ് അടിസ്ഥാനത്തിലുള്ള കരോൾ ഗാനമത്സരം നടന്നു. ശേഷം 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വൈവിധ്യമാർന്ന ഡാൻസ് പരിപാടികൾ വേദിയിൽ അരങ്ങേറി. പരിപാടികൾക്ക് ശേഷം സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും രുചിയേറിയ ക്രിസ്മസ് കേക്കുകളും വിതരണം ചെയ്തു. My fellow colleagues and my dear students, a warm good morning to all. And she will bear a son, and you shall call his name Emmanuel. Isaiah 7:14. It's a joy to see all of you gathered here to celebrate the most wonderful time of 2024. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 23-ലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഓർക്കുന്നുണ്ടോ? കുറേ പേരൊക്കെ ഓർക്കുന്നുണ്ടാവാം. കുറേ പേര് പുതിയ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സുന്ദര നിമിഷം ഒരിക്കൽ കൂടി ഇവിടെ നമ്മൾ ആവർത്തിക്കുകയാണ്. പിന്നെ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു മെസ്സേജ്, ഇറ്റ്സ് എ ടൈം ടു എൻജോയ്, ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. ഈ ഒരു വർഷം നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ഓർക്കുക. ഇനി തെറ്റ് ആവർത്തിക്കുകയില്ല, മറ്റാരെയും വേദനിപ്പിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക. പിന്നെ അൺകണ്ടീഷണൽ ലവ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കാം, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാം, അവരുമായി നല്ല രീതിയിൽ ഇടപഴകാം, കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ. അതിനാണ് അൺകണ്ടീഷണൽ, യാതൊരുവിധ കണ്ടീഷൻസും ഇല്ലാത്ത സ്നേഹം. ദൈവം സൃഷ്ടി നടത്തുന്ന അവസരത്തിൽ ആകാശത്തിലെ പറവകളെയും കരയിലെ ജീവജാലങ്ങളെയും വെള്ളത്തിലെ മത്സ്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തിലെ പറവകൾക്ക് ചിറകുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറവകള് ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പറക്കാൻ ചിറകുകൾ വേണം എന്ന്. അപ്പൊ ദൈവം പക്ഷികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചിറകുകൾ തരാം. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, ആദ്യം നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം, ഭാരം കുറയ്ക്കണം, എന്നാലേ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഭാരം കുറച്ച് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചിറകുകൾ തരാം. അപ്പൊ പക്ഷികൾ പറഞ്ഞു, ഞങ്ങൾ ഭാരമൊക്കെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ചിറക് തന്നാൽ പിന്നെയും ഞങ്ങൾക്ക് ഭാരം കൂടുകയല്ലേ, ശരീരത്തിന്റെ ഭാരം കുറച്ചിട്ട് അതിലേക്ക് ചിറകുകൾ വരുമ്പോൾ പിന്നെയും ഭാരം കൂടുമല്ലോ. അപ്പൊ ദൈവം പറഞ്ഞ ഒരു വാചകമുണ്ട്. ദൈവം പക്ഷികളോട് പറഞ്ഞു, ഞാൻ തരുന്ന ചിറകുകൾ അത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്താണ് വെക്കുന്നത്. ഹൃദയത്തോട് ചേർത്ത് വെച്ചതിനൊന്നും ഒരിക്കലും ഭാരം തോന്നുകയില്ല എന്ന്. നമുക്കറിയാം പക്ഷികളുടെ ചിറകൊക്കെ എവിടെയാണ്? അവരുടെ ഹൃദയത്തോട് ചേർന്നിട്ടാണ് ചിറകുകളുള്ളത്. ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ചിറക് പക്ഷികളുടെ ശരീരത്തിന് ഒരു ഭാരമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒന്നിനും തന്നെ ഭാരമുണ്ടാവുകയില്ല. ചിറകുകൾക്ക് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവര്, നമ്മുടെ ബന്ധുക്കള്, അയൽക്കാര് എല്ലാവരും ഉണ്ട്. അവരെപ്പോഴാണ് നമുക്കൊരു ഭാരമാകാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്, എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ. ഇൻഫന്റ് ജീസസിന്റെ ബർത്ത്ഡേ അല്ലേ? നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? ഉവ്വ്. അപ്പൊ ജീസസിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ പാരൻസ് നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് തരും. നമ്മൾ നന്നായിട്ട് സന്തോഷമായിട്ട് അന്നത്തെ ദിവസം എഴുന്നേൽക്കും. കുറേ ഗിഫ്റ്റുകൾ കിട്ടും. കൂട്ടുകാരൊക്കെ വീട്ടിൽ വരും, ഹാപ്പി ബർത്ത്ഡേ പറയും. ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ പറയും. എല്ലാവരും നമുക്ക് അന്ന് വിഷ് ചെയ്യും, ഇല്ലേ? ഇല്ല. അതേപോലെ തന്നെയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. ജീസസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ജീസസ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. കൈ രണ്ടും ഇങ്ങനെ മലർക്കെ തുറന്ന് ആര് വന്നാലും ഓൾമോസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞ് കൈ തുറന്ന് പിടിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് എടുക്കാം, ഇല്ലേ? അതേപോലെ തന്നെ വെൽക്കം ചെയ്യുന്ന ഒരു ആക്ഷനും കൂടിയാണ്, അല്ലേ? അല്ലാതെ ക്ലോസ്ഡ് അല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നിലകൊള്ളുന്നതുമായ ഒരു വിശ്വാസികളുടെ ദൈവപുത്രന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ചടങ്ങിലാണ് നമ്മൾ നമ്മുടെ സ്കൂളിലും ഒത്തുകൂടിയിട്ടുള്ളത്. ക്രിസ്മസ് എന്തെന്നാൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒത്തൊരുമയുടെയും വലിയ ഒരു സന്ദേശം നൽകിയ മഹാനാണ് യേശുദേവൻ. നമുക്കറിയാം, നമ്മൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുവിധം പള്ളിയുടെ മതിലുകളിലെല്ലാം നല്ല നല്ല സന്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോലെ തന്നെ നമ്മളെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന മഹത്തായ ഒരു സന്ദേശം നമ്മുടെ രാജ്യത്തിന് നൽകിയ ദൈവപുത്രനാണ് യേശുദേവൻ. നാമൊക്കെ ജന്മദിനം ആഘോഷിക്കുന്നവരാണ്. നമ്മുടെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെയൊക്കെ ജന്മദിനങ്ങൾ വളരെ കേമമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഈ ആഘോഷങ്ങളൊക്കെ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ സാന്നിധ്യം തന്നെയായിരിക്കും പലപ്പോഴും നമ്മൾ നടത്താറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ ഒരു ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് മുമ്പിൽ ഒരാളില്ല. ഇവിടെ കേക്ക് മുറിച്ചു തരാൻ ഇവിടെ ക്രിസ്തുവുമില്ല. എങ്കിലും ക്രിസ്തുവിൻ്റെ ജന്മദിനം നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത, അതാണ് ക്രിസ്മസ്. അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. യേശുവിൽ വിശ്വസിച്ച ക്രിസ്ത്യാനികളെ, യേശുവിൽ വിശ്വസിച്ച ജനതയെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചെന്ന് മാത്രം. എല്ലാവരെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തോടെ നമുക്കിരിക്കാം. ആരെയും അവിടുന്ന് ഒഴിവാക്കുന്നില്ല.
celebration mood. Yes, today we are in Christmas celebration. In this occasion, first of all, let me thank the Almighty God for giving another chance celebration. നക്ഷത്രമേ മഞ്ഞിലൊന്നു നീ വഴി നടത്തൂ, വിണ്ണിൽ പിറന്നൊരു നക്ഷത്രമേ മഞ്ഞിലൊന്നു നീ വഴി നടത്തൂ, ലോകനാഥൻ പിറന്നൊരു നാൾ മലക വൃന്ദങ്ങളാത്തുപാടി, ലോകനാഥൻ പിറന്നൊരു നാൾ മലക വൃന്ദങ്ങളാത്തുപാടി, രാജരാജേശ്വരേ സർവശക്തനേ സർവരും വണങ്ങിടുന്നു നിന്റെ നാമമേ, രാജരാജനേശുവേ സർവശക്തനേ സർവരും വണങ്ങിടുന്നു നിന്റെ നാമമേ, വിണ്ണിൽ പിറന്നൊരു നക്ഷത്രമേ മണ്ണിലൊന്നു നീ വഴി നടന്നു, വിണ്ണിൽ പിറന്നൊരു നക്ഷത്രമേ. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.